നമസ്കാരം. CPM-നുള്ളിൽ മുറുകുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചനകൾ, ചർച്ചകൾ, വിമർശനങ്ങളൊക്കെ വരുമ്പോൾ വല്ലാതെ അസഹിഷ്ണുത ആകുന്ന നേതാക്കൾ അടക്കമുണ്ട്. CPM അങ്ങനെ ഒരു വലിയ സംവിധാനത്തിൽ, ഒരു ചട്ടക്കൂട്ടിലൊക്കെ ഉള്ള ഒരു പാർട്ടി ആയിരുന്നു. ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, കേഡർ സംവിധാനത്തിൻ്റെ മേന്മ, ഇതൊക്കെ പലപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരു സംവിധാനം ആ പാർട്ടിക്കുമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിരുന്നു അത് എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു ഓർമ്മകൾ മാത്രമായി തീരുകയായിരുന്നു. ഇവിടെ അത് മാത്രമല്ല, പരാജയത്തെക്കുറിച്ച് പലപ്പോഴും പലതരത്തിലുള്ള വാദഗതികൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളതുമാണ്. ഇവിടെ വേറൊരു കാര്യം, പലപ്പോഴും മാധ്യമങ്ങൾ ഏത് തരത്തിലുള്ള സമീപനമാണ് പിണറായി വിജയനോടൊപ്പം നിന്ന് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിണറായി വിജയനെ കാണുമ്പോൾ കവാത്ത് മറന്നു പോകുന്ന പത്രക്കാരെ കാണേണ്ടി വരുന്ന ഗതികേടിലാണ് നമ്മുടെ കേരളം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഇവിടെ അതേ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ജി ശക്തിധരനും, ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു കേട്ടോ, പുള്ളിയും ഇതേപോലൊരു വാദം പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതായത് CPM-ന്റെ ഉന്നതനായ നേതാവ്, ആ ഉന്നതനായ നേതാവ് ആരാണ്? അദ്ദേഹത്തിൻ്റെ മുന്നിൽ നട്ടള്ള വളഞ്ഞു നിൽക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെ കണ്ടിട്ട് കാർക്കിച്ചുരുപ്പാൻ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗോവിന്ദൻ്റെ ആട്ടം കേട്ടിരുന്ന് നട്ടലില്ലാത്തൊരു വർഗമാകുന്നു, അന്തിച്ചർച്ചയിൽ ഇവർ CPM-നെ മലർത്തിയടിച്ച് എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ നേതാക്കന്മാരെ കയ്യിൽ കിട്ടിയാലോ അവരുടെ രാഷ്ട്രീയവും കേട്ട് പഞ്ചപുച്ഛമടക്കിയിരിക്കുന്നു. മുൻപ് കടക്ക് പുറത്തുനിന്ന് പിണറായി ആട്ടിയപ്പോൾ പോയി പണി നോക്കുക, അതൊക്കെ പാർട്ടി ഓഫീസിൽ പോയി വിരട്ടിയാൽ മതിയെന്ന് മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഈ ഗോവിന്ദൻ ഉൾപ്പെടെ ഒരു സഖാക്കളും മാധ്യമങ്ങളെ അവഹേളിക്കുവാൻ വരില്ലായിരുന്നു എന്ന് പറയുന്ന ജി ശക്തിധരൻ്റെ വാദത്തെ നമ്മൾ കടമെടുക്കേണ്ടിയിരിക്കുന്നു. മാധ്യമ മുതലാളിമാർ രാഷ്ട്രീയക്കാരുടെ കാല് നക്കുന്നതിന് പൊതുവിടത്തിൽ നാണം കെടേണ്ടി വരുന്നത് ഈ മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളെ ആരെയും നിന്ദിക്കുവാൻ എഴുതുന്നതല്ല. നിങ്ങൾ സർവകലാ വല്ലഭന്മാരാണ്. ഇക്കൂട്ടത്തിൽ സവ്യസാചികളുമുണ്ട്. എല്ലാവരോടും എനിക്ക് ബഹുമാനവുമാണ്. ആർജവമുള്ള ഏതാനും പേർ അക്കൂട്ടത്തിലുണ്ട്, മിടുമിടുക്കികളുമുണ്ട്. അവരെ സമൂഹത്തിന് ആവശ്യവുമാണ്. പക്ഷെ മാധ്യമ ധാർമ്മികതയുടെ എല്ലാ അതിരുകളും ലംഘിച്ച് ഏകാധിപത്യത്തെ കെട്ടിപ്പുണരുന്ന മാധ്യമ പ്രവർത്തനം കാണുമ്പോൾ ഉള്ളം കൈ തരിച്ചു പൊട്ടുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അസഹിഷ്ണരാകുന്നു. രണ്ട് കൊടുത്താലോ എന്ന് ഈ പ്രായത്തിലും തോന്നിപ്പോകുന്നു. MV ഗോവിന്ദനെ പോലുള്ളവർ കരണക്കുറ്റിക്ക് അടി തരുമ്പോൾ നാവ് കൊണ്ടെങ്കിലും ഒന്ന് മുരളണ്ടേ? കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണ് അദ്ദേഹം? നിങ്ങൾ കുറേ കാലമായില്ലേ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് 99 സീറ്റ് നേടി ഞങ്ങളെ വീണ്ടും അധികാരത്തിൽ വന്നില്ലേ, എത്തിച്ചില്ലേ എന്ന് ഗോവിന്ദൻ മുഖത്തടിച്ച് ചോദിച്ചപ്പോൾ ഇവിടുത്തെ മനോരമക്കാരോ മാധ്യമക്കാരോ നിന്റെയൊക്കെ നട്ടൽ ആര് കൊണ്ടുപോയി എന്ന് ചോദിക്കുന്നു. ആരാണ് ഈ ഗോവിന്ദൻ? നിങ്ങൾക്ക് താത്വിക ആചാര്യനായിരിക്കാം, കമ്മ്യൂണിസ്റ്റുകാർക്ക് വെറും ഡ്രിൽ മാസ്റ്ററാണ് ഈ ഗോവിന്ദൻ. നട്ടല്ലോടെ അങ്ങനെ പറഞ്ഞ് പഠിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിൻ്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു ശിങ്കിടിയെ തിരികെ കയറ്റാൻ തക്ക തലയെടുപ്പ് ഒരാൾക്കുണ്ടാകുമ്പോഴാണോ, അതോ അതുക്കും മേലെയുള്ള ഉപജാപക ക്രിയകൾ വഴിതെളിഞ്ഞു കിട്ടുമ്പോഴാണോ കമ്മ്യൂണിസ്റ്റ് കുലത്തിൽ ഒരു അടിമ ഉണ്ടാകുന്നത് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ശക്തിധരൻ പറയുകയാണ്, അതിനാരും പിടിച്ചു വിഴുങ്ങിക്കളയുകയില്ല. ആ വംശപരമ്പര ഇപ്പോൾ കേരളത്തിൽ എത്തി നിൽക്കുന്നത് ആരിലാണ്? അങ്ങനെ ഉണ്ടായ ലക്ഷണമൊത്ത അടിമയുടെ പേരാണ് MV ഗോവിന്ദൻ. എന്താണ് ഒരു അടിമ? ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ എന്നൊരു നേതാവിൻ്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയനായി തീർന്ന ആൾ ആരോ അതാണ് ഇന്നത്തെ അടിമ. പാർട്ടി ഉടമസ്ഥൻ്റെ ജംഗമ വസ്തു, അതായത് ഒരു മൂവൽ പ്രോപ്പർട്ടിയായി തീരുന്ന അവസ്ഥയാണത്. അതിനാണ് അടിമത്തം എന്ന് പണ്ടും വിളിച്ചിരുന്നത്, ഇന്നും. ലീഗ് ഓഫ് നേഷൻസ് 1926 നിർവചനം അടിമത്തത്തിന് കൊടുക്കുമ്പോൾ 2024 MV ഗോവിന്ദൻ എന്ന പേരിൽ ഒരു അടിമയെ പരശുരാമൻ മഴവെറിഞ്ഞ് കാത്തുവെച്ചിട്ടുണ്ടാകുമെന്ന് സ്വപ്നേവി മലയാളി നനച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ഒരു പിണറായി വിജയന് എത്ര ലക്ഷം അടിമകൾ? 5 ലക്ഷമോ? ഈ ലക്ഷങ്ങളിലൊക്കെ ഈ അടിയൻ പെടുമോ? എന്ത് ശൈലിയാണ് മാറണമെന്ന് MV ഗോവിന്ദൻ ക്രുദ്ധനായി കടലോളം പുച്ഛത്തിൽ ഇന്നലെ ചോദിച്ചത് കണ്ടില്ലേ? അതാണ് ആധുനിക അടിമയുടെ കൂർമ്മബുദ്ധി. കമ്മ്യൂണിസത്തിൽ ഒരു മൂഢന ഉണ്ടായാൽ ഇങ്ങനെ ഇരിക്കും എന്നർത്ഥം. ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ടോ? മാധ്യമ പ്രഭുക്കളെ ചിന്തിച്ചു നോക്കൂ. ലോക ഭൂപടത്തിൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ 34 വർഷം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു മന്ത്രിസഭയെക്കുറിച്ച് ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളൂ. വിഖ്യാതമായ ആ പാർട്ടിയുടെ ധൂളിയെങ്കിലും ഇന്ന് ആ ഭൂമുഖത്തുണ്ടോ? MV ഗോവിന്ദൻ സഖാവിനോടാണ് ചോദ്യം. നിങ്ങളെ ബംഗാളിലെ ജനത സമ്പൂജ്യരാക്കിയിട്ട് ദശാബ്ദം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് കേരളത്തിൽ 99 സീറ്റ് കീശയിൽ കിടക്കുന്നതാണ് ആനക്കാര്യമായി നിങ്ങൾ പറയുന്നത്. ഗോവിന്ദൻ സഖാവേ, ബംഗാളിൽ 4/3 ഭൂരിപക്ഷം ദശാബ്ദങ്ങളായി കൊണ്ടു നടന്ന പാർട്ടിയല്ലേ ഇത്? ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയോ? അപ്പോൾ 99-ന്റെ പേരിൽ എന്തിനും നിങ്ങളിങ്ങനെ മതിച്ചു പുളയ്ക്കണം? ശരീരവും ജീവനും കുടുംബവും മറ്റൊരാൾക്ക് അധീനമാക്കപ്പെട്ട നിലയിൽ കഴിയുന്നത് കൊണ്ടാണ് ചെലവിന് കിട്ടുന്നത്. ഒരു മനുഷ്യൻ അന്യന്റെ സമ്പൂർണ്ണാധികാരത്തിന് വിധേയനായി തീരുന്ന അവസ്ഥയിൽ കഴിയുന്നത് അത്ര കേമത്തമല്ല, അടിമത്തമാണ്. സാമൂഹ്യ ജീവിയാണെന്ന അവകാശമെങ്കിലും പിടിച്ചെടുക്കുവാനാണ് ഡോക്ടർ തോമസ് ഐസക്കും ജി സുധാകരനും മറ്റും ഇപ്പോൾ പിടാപ്പാട് പെടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
കയ്യിലിരിപ്പ് മോശമാണെങ്കിലും അത്രയെങ്കിലും അഭിമാനബോധം ഇരുവർക്കുമുണ്ട്. എം.വി. ഗോവിന്ദന് അതുപോലുമില്ല, ഉളുപ്പുമില്ല. ചീവീടിനെ പോലെയോ ഇയാമ്പാട്ടിയെ പോലെയോ മരപ്പട്ടിയെ പോലെയോ ആകുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ അദ്ദേഹം. ചിഹ്നമില്ലാതെയും അടിയൻ ലച്ചിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവരൊക്കെയാണ് മാർക്സിസ്റ്റുകാർ എങ്കിൽ ഈ പാവപ്പെട്ട ഞാൻ ഈ ജന്മത്തിൽ ഒരിക്കലും മാർക്സിസ്റ്റ് ആവില്ല എന്ന് സാക്ഷാൽ കാറൽ മാർക്സ് ഏംഗൽസിനോട് ഫ്രഞ്ചിലും പിന്നീട് ഏംഗൽസിന്റെ അനന്തരവൻ ജസ്റ്റിൻ ഷവാർട്സും പറഞ്ഞത് ചരിത്രത്തിൽ കിടപ്പുണ്ട് എന്ന് മറന്നു പോകരുത്. ഗോവിന്ദനെ പോലുള്ള ഭൂതന്മാരും അവതാരങ്ങളായി അവതരിക്കുമെന്നത് കൊണ്ടാകാം ഇങ്ങനെ മാർക്സും ഏംഗൽസും ദയനീയമായി മുന്നറിയിപ്പ് നൽകിയത്. കുറിച്ചുവെച്ചത് അവരുടെ സേവനം മനുഷ്യരാശി ആദരിക്കുന്നു. പക്ഷേ ഇതുപോലുള്ള മുക്കുപണ്ടങ്ങൾക്കെതിരെ കരുതലോടെ ഇരിക്കുകയും വേണം. അതാണ് ഇന്നത്തെ കടമ എന്ന് പറഞ്ഞു വെക്കുവാൻ ശക്തിധരൻ ശ്രമിക്കുകയാണ്. CPM-നോടൊപ്പം നിൽക്കുകയും CPM-ന്റെ സന്തത സഹചാരിയായി മാറുകയും ഒപ്പം തന്നെ ഈ പിണറായിയുടെയും ഗോവിന്ദന്റെയും ഒക്കെ ചെയ്തികളൊക്കെ കേട്ടറിവും കണ്ടറിവും മാത്രമല്ല അനുഭവിച്ചറിവുമുള്ള ശക്തിധരന്റെ ഈ വാദങ്ങളെ ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. എന്തിന് ഈ പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ കൃത്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ ഒന്ന് പിണറായി വിജയനോ M.V. ഗോവിന്ദനോ ഒരു മാനനഷ്ട കേസ് കൊടുക്കുവാൻ പോലും ശക്തിധരനെതിരെ കയ്യനക്കിയില്ല, ഒരു ചെറുവിരൽ അനക്കിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ പരമാർത്ഥത്തെ വിഴുങ്ങിക്കളയുകയല്ലാതെ അതിനെതിരെ ഒരു വാക്കു പറയുവാൻ പിണറായി വിജയനോ ഗോവിന്ദനോ കഴിയില്ല എന്നുള്ളതാണ്. മൂഢന്മാരുടെ സ്വർഗത്തിലേക്ക് അടിമകളായി താഴുവാനാണ് ഗോവിന്ദനെ പോലുള്ളവരുടെ വിധി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുന്നു. കാരണം അത്തരത്തിൽ പിണറായി വിജയന്റെ ചെരുപ്പ് നക്കിയായി മാറുന്ന സാഹചര്യത്തിലേക്ക് തരം താണു പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ പാർട്ടി സെക്രട്ടറി പോകുന്നത് പാർട്ടിക്ക് തന്നെ അവമതിപ്പുണ്ടാക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. അതിനോടൊപ്പം ചേർന്ന് പോകേണ്ടി വരുന്നു കേരളത്തിലെ ജനത. സത്യം വിളിച്ചു പറയുന്ന ശക്തിധരനോടൊപ്പം ചിലപ്പോൾ ഈ കേരള ജനത പറയുന്നതിൽ ഒരു 70% അല്ലെങ്കിൽ 90% സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്ന സന്നദ്ധ സഹചാരിയായിരുന്ന ആ പാർട്ടിയുടെ എല്ലാമായിരുന്ന അല്ലെങ്കിൽ പാർട്ടി പത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന ജി ശക്തിധരൻ പറയുകയാണ് ഈ പാർട്ടിയിൽ അടിമകളെ ഉണ്ടാക്കിയെടുക്കുന്നത് ആ പാർട്ടിയുടെ നേതാക്കൾക്ക് വേണ്ടിയാണ് എന്ന് പറയപ്പെടുമ്പോൾ ഇങ്ങനെ പാർട്ടിയുടെ അന്തംകമ്മിയായി നിന്നുകൊണ്ട് അതിന്റെ അടിമയായി മാറി പിണറായിക്ക് വേണ്ടി വിടുവേല ചെയ്യേണ്ടി വരുന്ന ഗതികളിലേക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി മാറുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും. പാർട്ടി എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിൽ സെക്രട്ടറി എന്ന് പറയുന്ന പദത്തിന് തന്നെ ജീർണത സംഭവിച്ചു പോകുമെന്ന് മനസ്സിലാക്കുക. M.V. ഗോവിന്ദൻ ഇനിയെങ്കിലും താങ്കൾ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്.